എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ എങ്ങനെ സിമ്പിളായി വീട്ടിൽ കസ്റ്റാർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഫ്രൂട്ട് സാലഡായിട്ടും കസ്റ്റാർഡ് പുഡിംഗ് ആയിട്ടും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. ഇതിനായി വേണ്ടത് ഒരു മുട്ട, ഒരു കപ്പ് പാല്, ഒരു ടീസ്പൂൺ വാനില എസൻസ്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ആദ്യം മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. എഗ് ബീറ്ററോ മിക്സർ ഗ്രൈൻഡറോ എല്ലാം യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലും മുട്ടയും നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ഇനി ഇതൊരു കുക്കിംഗ് പാനിലോട്ട് മാറ്റി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തത് ആഡ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിക്ക് പിടിക്കാതെ കട്ട കെട്ടാതെ നോക്കണം. ഇത് പെട്ടെന്നായിരിക്കും തിക്കായിട്ട് വരുന്നത്. ഇനി ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് സാലഡിനുള്ള കൺസിസ്റ്റൻസിയിലാണ്. ഇനി പുഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്താൽ മതി. ഇതിപ്പം ഫ്രൂട്ട് സാലഡിന് വേണ്ട ഒരു തിക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുക്കുമ്പോൾ ഇത് ഒന്നുകൂടെ തിക്കായിട്ട് വരും. കസ്റ്റാർഡ് ഒന്ന് തണുക്കുമ്പോൾക്ക് അതിലേക്ക് വേണ്ട എല്ലാ ഫ്രൂട്ട്സും ഒന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങയുടെയും ആപ്പിളിൻ്റെയും ഉറുമാമ്പഴത്തിൻ്റെയും എല്ലാം പകുതിയാണ് ഞാനിവിടെ എടുക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ച എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ള കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡും ഫ്രൂട്ട്സും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 3 പേർക്ക് സെർവ് ചെയ്യാനുള്ള അളവാണ്.
ഇനി ഇത് ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രൂട്ട്സും കസ്റ്റാർഡും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.